ഹരി ഓം. നമുക്ക് രാമായണ കഥ തുടരാം. അഹല്യാദേവിക്ക് മോക്ഷം നൽകിയതിന് ശേഷം വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു, ഇനി സമയം കളയാതെ നമുക്ക് മിഥിലാപുരിയിലേക്ക് പോകാം. അവിടെ മഹാചാപവും യാഗവുമൊക്കെ കണ്ട് അയോധ്യയിലേക്ക് തന്നെ തിരിച്ചു പോകാം. അങ്ങനെ അവർ ഗംഗയും കടന്ന് മിഥിലാപുരിയിലെത്തി. വിശ്വാമിത്രൻ വന്ന വിവരം അറിഞ്ഞ മിഥിലയിലെ രാജാവായ ജനകൻ പൂജാസാധനങ്ങളെല്ലാം എടുത്ത് കുലഗുരുവിനെയും കൂട്ടി സ്വീകരിക്കാനായെത്തി. വേണ്ട പോലെ പാദപൂജ ചെയ്ത് വിശ്വാമിത്രനെ സ്വീകരിച്ചു. വളരെ ആചാരപൂർവം നിൽക്കുന്ന രാമലക്ഷ്മണന്മാരെ കണ്ട ജനക മഹാരാജാവ് വിശ്വാമിത്രനോട് ചോദിച്ചു, ഈ സുന്ദരന്മാരായ കുമാരന്മാർ ആരാണ്? നരനാരായണന്മാരാണോ? അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ഇവർ വീരനായ അയോധ്യ രാജാവ് ദശരഥൻ്റെ പുത്രന്മാരാണ്. ഇത് മൂത്ത പുത്രൻ ശ്രീരാമൻ, മൂന്നാമത്തെ പുത്രനായ ലക്ഷ്മണനാണ് ഇത്. ഞാൻ ഇവരെ എൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ശ്രീരാമൻ വഴിമധ്യേ കാനനത്തിൽ ഒരു ബാണം കൊണ്ട് താടകയെ കൊന്നു, യാഗം രക്ഷിച്ചു, അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തു. ത്രയംബകം കാണാൻ വളരെയധികം ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാണ് ഇവർ ഇങ്ങോട്ട് വന്നത്. അത് കാണിച്ചു കൊടുത്താലും. ഇത് കേട്ട ജനകൻ മഹേശ്വര ചാപം കൊണ്ടുവരാൻ മന്ത്രിയോട് ആജ്ഞാപിച്ചു. മന്ത്രി നിറയെ ആൾക്കാരെയും കൂട്ടി ചാപം കൊണ്ടുവരാനായി പോയി. ഈ സമയത്ത് ജനകൻ വിശ്വാമിത്രനോട് പറഞ്ഞു, ദശരഥപുത്രനായ രഘുവരൻ ഈ വില്ലെടുത്ത് കുലച്ച് വലിക്കുകയാണെങ്കിൽ ഇവൻ തന്നെയാണ് എൻ്റെ മകൾക്ക് യോഗ്യനായ ഭർത്താവ് എന്നതിൽ സംശയമില്ല. വിശ്വാമിത്രൻ പറഞ്ഞു, എല്ലാം ഈശ്വര നിശ്ചയം, വില്ല് വരുത്തൂ. അപ്പോഴേക്കും ആയിരക്കണക്കിന് ചെറുമണികൾ, വസ്ത്രങ്ങൾ, രത്നങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച മഹാദേവ ചാപം ത്രയംബകം 1000-ലേറെ കിങ്കരന്മാർ ചേർന്ന് കൊണ്ടുവന്നു. ശിവന്റെ പള്ളി വില്ല് കണ്ട് ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ, ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, വില്ലെടുക്കാമോ, എടുത്ത് കുലയ്ക്കാമോ, ഇത് വലിക്കാമോ, ഈ വില്ലെടുത്ത് കുലച്ച് വലിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ആകുന്ന പോലെയൊക്കെ ചെയ്തോളൂ, മംഗളം ഉണ്ടാവും. ഇത് കേട്ട് ശ്രീരാമചന്ദ്രൻ മന്ദം മന്ദം വില്ലിനടുത്തേക്ക് നീങ്ങി ശിവചാപം അവിടെ നിന്ന് ശിവചാപത്തെ കണ്ടു. ജ്വലിച്ച തേജസ്സോടുകൂടി വില്ലെടുത്ത് കുലച്ച് മുറിച്ചു. ഇത് കണ്ട് എല്ലാവരും കൗതുകത്തോടെ ശ്രീരാമചന്ദ്രനെ നോക്കി. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. അപ്സരസ്സുകൾ നൃത്തവും പാട്ടും മംഗളവാദ്യങ്ങളുമൊക്കെയായി എല്ലാവരും വിശ്വേശ്വരൻ്റെ വിവാഹാഘോഷത്തിൻ്റെ ആരംഭത്തിൽ പങ്കെടുത്തു. ജനകനാവട്ടെ സന്തോഷത്താൽ ശ്രീരാമനെ ഗാഠമായി ആലിംഗനം ചെയ്തു. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ, മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ഇടിവെട്ടുന്ന പോലെ വിൽമുറിഞ്ഞ ഒച്ച കേട്ട് ഇതുവരെ സീതയെ തനിക്ക് കിട്ടും എന്നും പറഞ്ഞ് വില്ല് കുലയ്ക്കാനും വലിക്കാനും ഒക്കെയായി ശ്രമിച്ച് പരാജയപ്പെട്ട് കുറേ രാജാക്കന്മാരിരിക്കുന്നുണ്ടായിരുന്നു അവിടെ. അവരൊക്കെ ഇത് കേട്ടപ്പോൾ ആകെ ഇടി വെട്ടിയാൽ പാമ്പുകൾ എങ്ങനെയാണോ നടുങ്ങുന്നത്, ഭയത്തോടു കൂടി ഇരിക്കുന്നത്, അതുപോലെ ഭയപ്പെട്ടു നടുങ്ങിയവർ ഭയത്തോടുകൂടി. മൈഥിലിയാവട്ടെ മയിൽപേട പോലെ
സന്തോഷിച്ചു. കാർമേഘങ്ങൾ ആകാശത്ത് ഉരുണ്ടുകൂടുമ്പോൾ മയിലുകൾക്ക് വളരെ സന്തോഷമാണ്, അവരാനന്ദ നൃത്തം ചെയ്യും. അതുപോലെ മൈഥിലിക്ക് ഈ വിൽ മുറിഞ്ഞ ഒച്ച കേട്ടപ്പോൾ വളരെയേറെ സന്തോഷമുണ്ടായി. അങ്ങനെ സ്വർണ്ണ നിറത്തിലുള്ള മൈഥിലി സീതാദേവി സ്വർണ്ണാഭരണങ്ങളെല്ലാം അണിഞ്ഞ് മന്ദമന്ദം ലജ്ജയോടുകൂടി ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. കയ്യിൽ ഒരു മാലയുമായി, ഭരണമാല്യവുമായി സീതാദേവി മന്ദമന്ദം ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. ആദ്യം കണ്ണുകൾ കൊണ്ട് ഒന്ന് നോക്കി ശ്രീരാമചന്ദ്രനെ. അതിനുശേഷം കഴുത്തിൽ തൻ്റെ കയ്യിലുള്ള ആ മാല ശ്രീരാമദേവൻ്റെ കഴുത്തിൽ അർപ്പിച്ചു. സീതാദേവിക്ക് അനുരൂപനായ ശ്രീരാമചന്ദ്രനെ കണ്ടതിൽ എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ടായി. ജനകനും വിശ്വാമിത്രനും കൂടി ദശരഥ മഹാരാജാവിന് സന്ദേശം കൊടുത്തയച്ചു. അതുപ്രകാരം ദശരഥ മഹാരാജാവ് ഭാര്യമാരെയും ഗുരുവായ വസിഷ്ഠനെയും വസിഷ്ഠപത്നി അരുന്ധതിയെയും മറ്റ് 2 പുത്രന്മാരെയും എല്ലാം കൂട്ടി ചതുരംഗപ്പടയോടും വാദ്യഘോഷങ്ങളോടും കൂടി മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു. എല്ലാവരും പരസ്പരം വന്ദിച്ചു. രാമലക്ഷ്മണന്മാരെ കണ്ട് കുറേ കാലമായിട്ട് കാണാതിരിക്കുകയല്ലേ. രാമലക്ഷ്മണന്മാരെ കണ്ട് ദശരഥന് സന്തോഷമായി, അവരെ ആശ്ലേഷിച്ചു. ജനകൻ ദശരഥനോട് പറഞ്ഞു, അങ്ങേക്ക് 4 പുത്രന്മാരുണ്ട്, എനിക്കാണെങ്കിൽ 4 കന്യകമാരുമുണ്ട്. ജനകൻ്റെ അനുജൻ്റെ കന്യകമാർ 2 പേര്, അങ്ങനെ 4 കന്യകമാരുണ്ട് അവിടെ. അതുകൊണ്ട് 4 പേർക്കും വിവാഹം ഇപ്പോൾ തന്നെ നടത്താം. ഇത് കേട്ട ദശരഥനും സമ്മതമായി. വസിഷ്ഠനും വിശ്വാമിത്രനും ശതാനന്ദനും ഒക്കെ ചേർന്ന് മുഹൂർത്തം കുറിച്ചു. 4 പേരുടെയും വിവാഹം സമംഗളം നടന്നു. ലക്ഷ്മണൻ ഊർമിളയെയും, ഭരതൻ ശ്രുതകീർത്തിയെയും, ശത്രുഘ്നൻ മാണ്ഡവിയെയും വിവാഹം ചെയ്തു. എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞു. ജനക മഹാരാജാവ് ആന, തേര, കുതിര, ധാരാളം വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയെല്ലാം നൽകി. തുടർന്ന് ദശരഥൻ യാത്ര പറഞ്ഞു പോകാനൊരുങ്ങി. ഘോഷമായി വീണ, മദ്ദളം തുടങ്ങിയ വാദ്യങ്ങൾ, വീണ, മദ്ദളം, ഇടയ്ക്ക തുടങ്ങിയവയുടെ വാദ്യഘോഷങ്ങളും ആന, തേർ മുതലായ പടകളും ഒക്കെയായി, രസകരങ്ങളായ വേഷങ്ങളും ഒക്കെയായി വളരെ ഗംഭീരമായ വിവാഹഘോഷയാത്ര. അങ്ങനെ അവർ അയോധ്യയിലേക്ക് തിരിച്ചു.